എല്ലാവർക്കും സുഖല്ലേ? ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എമിൽ ഡർക്കിം, മെത്തഡോളജി ഓഫ് എമിൽ ഡർക്കിമിന്റെ മെത്തഡോളജിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Today I am discussing about social fact. സാമൂഹ്യ വസ്തുതകൾ. എന്താണ് സോഷ്യൽ ഫാക്ട്? സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു റിയാലിറ്റിയാണ്. എന്താണ് സൊസൈറ്റി? സമൂഹം എന്ന് വെച്ചാൽ ഒരുപാട് വ്യക്തികൾ ചേർന്നതാണ് സമൂഹം. സമൂഹം എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉന്നതിക്ക് വേണ്ടിയാണ് ഒരു സമൂഹം നിലകൊള്ളുന്നത്. ഇപ്പൊ സമൂഹത്തിന്റെ വളർച്ച അത് വ്യക്തികളുടെ വളർച്ച കൂടിയാണ്. അപ്പൊ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? വ്യക്തികളുടെ ഉന്നമനം തന്നെ. അതുകൊണ്ട് സമൂഹത്തിലെ വസ്തുതകൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് നോക്കാം. സമൂഹവും വ്യക്തികളും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. സമൂഹം എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തികളെക്കാൾ കൂടുതൽ സമൂഹത്തിനാണ് ഇവിടെ പ്രാധാന്യം. വ്യക്തി എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ്, പക്ഷേ സമൂഹം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. അതുകൊണ്ട് പ്രൈമറി ഇമ്പോർട്ടൻസ് വ്യക്തികളെക്കാൾ നമ്മൾ നൽകുന്നത് സൊസൈറ്റിക്കാണ്. എമിൽ ഡർക്കിമിന്റെ ദ റൂൾ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് സോഷ്യൽ ഫാക്ടിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ടത്? സമൂഹത്തിലെ ജനങ്ങള് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഡിവിഷൻ ഓഫ് ലേബർ ഇൻ ദ സൊസൈറ്റി എന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ അദ്ദേഹം തൊഴിൽ വിഭജനത്തെ കുറിച്ച് വിസ്തരിക്കുന്നുണ്ട്. തൊഴിൽ വിഭജനം പ്രിമിറ്റീവ് സ്റ്റേജിലെ അത് വളരെ കുറവായിരുന്നു. ഡിവിഷൻ ഓഫ് ലേബർ എന്താണെന്ന് അറിയില്ലേ? എന്താ ഡിവിഷൻ ഓഫ് ലേബർ? തൊഴിൽ വിഭജനം ഒരു തൊഴിൽ തന്നെ പല വ്യക്തികൾ കൂടി ചെയ്ത് തീർക്കുന്നതാണ്. പഴയ കാലത്ത് ഒരു ജോലി അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാക്കുന്നത് ഒരാൾ മൊത്തത്തിൽ തന്നെയാണ് അതിന്റെ ജോലി ചെയ്തിരുന്നത്. അപ്പൊ അത് മറ്റുള്ളവരെ അധികം ആശ്രയിക്കേണ്ടി വരില്ല. ഇന്ന് അങ്ങനെയല്ല. ഡിവിഷൻ ഓഫ് ലേബർ തൊഴിൽ വിഭജനം വരുമ്പോൾ പരസ്പരം ആശ്രയിക്കേണ്ടി വരും, പരസ്പരം ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാകേണ്ടി വരും. ഇപ്പൊ സോഷ്യൽ ഫാക്ടിന്റെ പ്രത്യേകതകള് അല്ലെങ്കിൽ അതിന്റെ സവിശേഷത എന്താന്ന് നോക്കാം. ഫീച്ചേഴ്സ്. They are external to the individual. Second, they have coercive power. They have external of the individual. അതായത് വ്യക്തികളുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സെക്കൻഡ്, സമൂഹ നിയന്ത്രണം. സമൂഹത്തിനെ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഒരു വ്യക്തി പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു സമൂഹത്തിനെ പറഞ്ഞാൽ അതായത് വ്യക്തികളെ നിയന്ത്രിക്കാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഒരു സമൂഹമാവുമ്പോൾ അതിന് പ്രത്യേക നിയമങ്ങളുണ്ട്, റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ കസ്റ്റംസ് ഉണ്ട്, റിച്വൽസ് ഉണ്ട്, എറ്റിക്കറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് സമൂഹത്തിനെ ജനങ്ങളെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് they have coercive power. ഇനി രണ്ട് തരത്തിലുള്ള സോഷ്യൽ ഫാക്ടുകൾ ഉണ്ട്. മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ. മെറ്റീരിയൽ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഭൗതിക തരത്തിലുള്ള വസ്തുതകൾ. നമുക്കാണ് സമൂഹത്തിലെ ഭൗതികതരമായിട്ടുള്ള
വസ്തുതകൾ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഫാമിലി ആവാം, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്ര. ഇങ്ങനെയുള്ള സാമൂഹ്യ സ്ഥാപനങ്ങളാണ് മെറ്റീരിയൽ ഫാക്റ്റിൽ വരുന്നത്. നോൺ മെറ്റീരിയൽ ഫാക്ട്സിൽ വരുന്നതാണ് നോംസ്, വാല്യൂസ്, അതേപോലെ തന്നെ അതായത് ഇപ്പൊ പ്രത്യേക മൂല്യങ്ങള്, നോംസ്, സദാചാര നിയമങ്ങള് എല്ലാം ഒരു സമൂഹത്തെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇതും സമൂഹത്തെ, നോൺ മെറ്റീരിയൽ ഫാക്റ്റും മെറ്റീരിയൽ ഫാക്റ്റും സമൂഹത്തെ നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് ഡർഖീമിന്റെ നിഗമനങ്ങൾ, ഫൈൻഡിങ്സ് എന്തൊക്കെയാണ് അദ്ദേഹം സോഷ്യൽ ഫാക്റ്റിലൂടെ കണ്ടെത്തിയത്? 2 കണ്ടെത്തലുകളാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. നോർമൽ സോഷ്യൽ ഫാക്റ്റും പെതോളജിക്കൽ സോഷ്യൽ ഫാക്റ്റും. നോർമൽ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് നോർമൽ. സമൂഹത്തെ ബാലൻസ് ചെയ്ത് സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് നോർമൽ സോഷ്യൽ ഫാക്ട്. നെക്സ്റ്റ് പെതോളജിക്കൽ സോഷ്യൽ ഫാക്ട്. സൊസൈറ്റിയുടെ ബാലൻസ് നഷ്ടപ്പെടുത്തുന്ന, സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വസ്തുതകളാണ് പെതോളജിക്കൽ സോഷ്യൽ ഫാക്ട്. അത് സമൂഹത്തെ ഇംബാലൻസ് ചെയ്യും. അപ്പൊ ഇതാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന് നോർമൽ സോഷ്യൽ ഫാക്റ്റും, സെക്കൻഡ് പെതോളജിക്കൽ സോഷ്യൽ ഫാക്ട്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ വേറെ കോൺസെപ്റ്റ് ആണ് സോളിഡാരിറ്റി, ഐക്യമത്യം. ഐക്യം, ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ കൂടുതൽ അത് എംഫസൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഇന്റർഡിപ്പെൻഡൻസ്, പരസ്പരാശ്രിതത്തോടുകൂടി വളരെ സൗഹാർദ്ദപരമായിട്ട് ജനങ്ങൾ അനുരഞ്ജനത്തോടുകൂടി ജീവിക്കുക, അതാണ് സോളിഡാരിറ്റി. പരസ്പരം അങ്ങോട്ട് കൊടുത്തു, അതായത് പുതിയ യുഗത്ത്, അത് ആധുനിക ലോകത്തിലെ ഡിവിഷൻ ഓഫ് ലേബർ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തില് നമ്മൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജനങ്ങളിലെ ഒരു ഐക്യം, സോളിഡാരിറ്റി ഐക്യമത്യം, ഐക്യം ഉണ്ടാക്കണം. അപ്പൊ 2 രീതിയിലുള്ള ഐക്യത്തെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഒന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി, സെക്കൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി. അപ്പൊ ഇത് എന്താണെന്ന് നമുക്ക് സോളിഡാരിറ്റിയുടെ ഫീച്ചേഴ്സ് നോക്കാം. ഇത് ഒരു 6 പോയിന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോഷ്യൽ സോളിഡാരിറ്റി. ഇപ്പോൾ 1 by 1 ആയിട്ട് ടീച്ചർ ഇപ്പോൾ പറയാം. ഓക്കെ, ഫസ്റ്റ് വൺ abstract phenomenon, second moral phenomenon, third manifestation of collective consciousness, fourth dynamic phenomenon, fifth assessment is difficult. 6 പോയിന്റ് അല്ല 5 പോയിന്റ് ആണുള്ളത്, ഒന്ന് ശ്രദ്ധിക്കുക. abstract phenomenon, moral phenomenon, manifestation of collective consciousness, dynamic phenomenon and assessment is difficult. ഇനി 1 by 8 നോക്കാം. ഐക്യമത്യം ആശയ അധിഷ്ഠിതമായ ഒരു അമൂർത്ത പ്രതിഭാസമാണ്. അമൂർത്ത, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരു ഭൗതിക വസ്തുവിനെ പോലെ കയ്യിലെടുത്ത് നിരീക്ഷിക്കുവാനോ പരിശോധിക്കുവാനോ കഴിയുന്ന ഒന്നല്ല സോഷ്യൽ സോളിഡാരിറ്റി. സെക്കൻഡ്, സോഷ്യൽ സോളിഡാരിറ്റി ഒരു ധാർമ്മിക പ്രതിഭാസമാണ്, അതായത് മോറൽ ഫിനോമിനൻ.
വ്യക്തികളുടെ ധാർമ്മിക നിലവാരം ഉയർന്നതാണെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് ഇന്റഗ്രേഷൻ ഉണ്ടാകുകയുള്ളൂ. ഇന്റഗ്രേഷൻ മീൻസ് ഉദ്ഗ്രഥനം. സമൂഹത്തിന്റെ ഉയർച്ച അല്ലെങ്കിൽ ഉദ്ഗ്രഥനം ഉണ്ടാകാൻ മോറൽ ഫിനോമിനൻ ആവശ്യം. തേർഡ് പോയിന്റ്, മാനിഫെസ്റ്റേഷൻ ഓഫ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. സാമൂഹിക ബോധത്തിന്റെ പ്രതിഫലനമായി സാമൂഹിക ഐക്യത്തെ കണക്കാക്കാം. സാമൂഹിക ബോധമാണ്. വൈകാരികമായ അടുപ്പമാണ് വ്യക്തികളെ യോജിപ്പിലേക്ക് നയിക്കുന്നത്. ഇതിന്റെ തീവ്രത കൂടുന്തോറും സാമൂഹിക കെട്ടുറപ്പും കൂടുന്നു. അപ്പൊ വൈകാരികമായ ഫീലിംഗ്, ഇമോഷൻ, അതാണ് വ്യക്തികളെ യോജിപ്പിലേക്ക് എത്തിക്കുന്നത്. നല്ല സ്നേഹത്തിനോടുള്ള, വളരെ അനുരഞ്ജനത്തിനോട് കൂടിയിട്ടുള്ള ആ ഫീലിംഗ് വരുമ്പോൾ തീവ്രത കൂടും, സാമൂഹിക കെട്ടുറപ്പ് കൂടുകയും ചെയ്യും. ഫോർത്ത് പോയിന്റ്, ഡൈനാമിക് ഫിനോമിനൻ. ചലനാത്മകമായിട്ടുള്ള പ്രതിഭാസം. സാമൂഹിക ഐക്യം, അതായത് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഡൈനാമിക് ഫിനോമിനൻ ആണ്. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പ്രധാനമായും ജനസാന്ദ്രതയിലുള്ള, അതായത് ജനസംഖ്യയിലുള്ള മാറ്റം എന്ന് പറയുന്നത് എന്താ? അതിന്റെ ഡെൻസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം, ജനസംഖ്യയുടെ ഡെൻസിറ്റിയിലുള്ള മാറ്റം സാമൂഹിക സോളിഡാരിറ്റിയുടെ ഘടനയിലെ മാറ്റം ഉണ്ടായിരിക്കും. സോഷ്യൽ സോളിഡാരിറ്റിയിലെ അതിന്റെ സ്ട്രക്ചറിന് മാറ്റം ഉണ്ടാക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇത് അസസ്മെന്റ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് സാമൂഹികമായ ഐക്യമത്യത്തിന്റെ നിരക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടാണ്. ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സവിശേഷതയായതുകൊണ്ട് ഓരോ അവസരത്തിലും എത്രമാത്രമാണ് സാമൂഹിക യോജിപ്പ് എന്ന് തിട്ടപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. യുദ്ധകാലത്തും ദേശീയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും സോളിഡാരിറ്റി അതിന്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ ദർശിക്കുവാൻ കഴിയും. ഇത്രയാണ് സോഷ്യൽ സോളിഡാരിറ്റിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, abstract phenomenon. Second, moral phenomenon. Third, a manifestation of collective consciousness. Fourth one, dynamic phenomenon. Fifth one, assessment is difficult. Okay. സോഷ്യൽ സോളിഡാരിറ്റിയുടെ സവിശേഷതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. സൊസൈറ്റി എന്താണ്? സൊസൈറ്റി സമൂഹം. സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് സാമൂഹ്യ സ്ഥാപനങ്ങൾ എല്ലാം ചേർന്നിട്ടുള്ളതാണ് സമൂഹം. വ്യക്തികള്, സ്ഥാപനങ്ങള് എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് സൊസൈറ്റി. സമൂഹമാവുമ്പോൾ പരസ്പരം ആശ്രയിച്ചാണ് വ്യക്തികള് ജീവിക്കുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാനം തന്നെ ഇന്റർഡിപെൻഡൻസ് ആണ്. സമൂഹ സ്ഥാപനങ്ങള് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സമൂഹത്തിന്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിന്റെ വെൽഫെയറിന് വേണ്ടി, സമൂഹത്തിന്റെ അതായത് ക്ഷേമം, ഉന്നതി, അഭിവൃദ്ധി ഇതേ ഉദ്ദേശിച്ചുകൊണ്ടാണ് സാമൂഹ്യ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത്. ആധുനിക സമൂഹത്തിന് തൊഴിൽ വിഭജനം വളരെ കൂടുതലാണ്. കൂടുതൽ ടെക്നോളജിയൊക്കെ വളർന്നതുകൊണ്ട് പ്രൊഡക്ഷൻ സെക്ടറുകളിൽ തന്നെ ഡിവിഷൻ ഓഫ് ലേബറിന്റെ പ്രാധാന്യം കൂടിക്കൂടി വരുന്നു. അങ്ങനെ വരുമ്പോൾ പരസ്പരം ആശ്രിതത്വം വളർന്നു വരുന്നു. ഒരു സഹകരണ മനോഭാവം ജനങ്ങളിൽ ഉണ്ടാവുക, ജനങ്ങളെ ഐക്യത്തോടു കൂടി ജീവിക്കണം എന്നാണ് സോഷ്യൽ സോളിഡാരിറ്റിയില് പറയുന്നത്. അതാണ് രണ്ടു തരത്തിലുള്ള സോളിഡാരിറ്റി പറഞ്ഞു. മെക്കാനിക്കൽ സോളിഡാരിറ്റിയും ഓർഗാനിക് സോളിഡാരിറ്റിയും. ഇത് രണ്ടിനെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക.
അതേപോലെ തന്നെ ഓണം കഴിഞ്ഞ് വരുമ്പോൾ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എല്ലാവർക്കും ഓണം ആശംസകൾ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഓക്കെ, താങ്ക് യു.